വർഷം 1987. അന്നത്തെ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയിലെ റൊസാരിയോ എന്ന പട്ടണത്തിലാണ് കഥ ആരംഭിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരും അർജന്റീനയും ഡിയോഗോ മറഡോണ എന്ന ഇതിഹാസത്തെ ആഘോഷിക്കുന്ന കാലം. 1986 മെക്സിക്കോയിൽ വെച്ച് നടന്ന ലോകകപ്പിൽ ഫൈനലിൽ 3-2 വെസ്റ്റ് ജർമ്മനിയെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന രണ്ടാമതായി വിശ്വകിരീടത്തിൽ മുത്തമിടുന്നു. 1987 ജൂൺ 24 അർജന്റീനയിലെ റൊസാരിയോ എന്ന പട്ടണത്തിൽ ജോർജ് മെസ്സിയുടെയും സീലിയ കാക്കറ്റീനയുടെയും 4 മക്കളിൽ മൂന്നാമതായാണ് ആ ബാലൻ ജനിക്കുന്നത്. ആ ബാലന് ഫുട്ബോളിൽ അസാമാന്യ കഴിവുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് അവന്റെ മുത്തശ്ശിയായിട്ടുള്ള സീലിയ ആയിരുന്നു. തന്റെ 4ാമത്തെ വയസ്സിൽ റൊസാരിയോയിലെ ലോക്കൽ ക്ലബ്ബായിട്ടുള്ള അബണ്ടറാഡോ ഗ്രാൻഡോളി എന്ന ക്ലബ്ബിൽ അച്ഛന്റെ ശിക്ഷണത്താലാണ് ലയണൽ മെസ്സി ആദ്യമായി ഫുട്ബോളിന്റെ പരിശീലനം ആരംഭിക്കുന്നത്. 11ാമത്തെ വയസ്സിൽ തന്റെ മുത്തശ്ശി തന്നിൽ നിന്നും വിട പറയുന്നു. ഓരോ ഗോൾ അടിക്കുമ്പോഴും അദ്ദേഹം ആകാശത്ത് നോക്കി കൈ ചൂണ്ടുന്നത് മുത്തശ്ശിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 7ാമത്തെ വയസ്സ് തൊട്ട് മെസ്സി കളിക്കുന്നത് അർജന്റീനയിലെ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് എന്ന ക്ലബിന് വേണ്ടിയാണ്. ന്യൂവെൽസ് ഓൾഡ് ബോയ്സിന് വേണ്ടിയുള്ള 6 വർഷത്തെ കാലയളവിൽ ഏകദേശം 500ഓളം ഗോളുകൾ മെസ്സി നേടി. നിർഭാഗ്യമെന്ന് പറയട്ടെ, 10ാമത്തെ വയസ്സിൽ വളർച്ചയുടെ ഹോർമോൺ അദ്ദേഹത്തിന് ഇല്ല എന്ന് ഡോക്ടർമാർ കണ്ടെത്തി. അങ്ങനെ 11ാമത്തെ വയസ്സ് മുതൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന അസുഖത്തിന് വേണ്ടിയുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അച്ഛനും കൂടെ തുടങ്ങി. പക്ഷേ ജോർജ് മെസ്സിക്കും കുടുംബത്തിനും താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു ചികിത്സാ ചെലവുകൾ. കുറച്ചുകാലം തന്റെ ക്ലബ്ബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവുകൾ എടുത്തെങ്കിലും പിന്നീട് അവർക്ക് തന്നെ അത് ഭാരമായി തോന്നി. പിന്നീട് അർജന്റീനയിൽ തന്നെ മികച്ച ക്ലബ്ബുകളിലൊന്നായ റിവർ പ്ലേറ്റ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ നോക്കി. പക്ഷേ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് അതിനെതിരായിരുന്നു. 2000 സെപ്റ്റംബർ സ്പെയിനിലെ കാറ്റലോണിയയിൽ സാക്ഷാൽ ലയണൽ മെസ്സി കാലുകുത്തുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രം. ബാഴ്സലോണയ്ക്ക് വേണ്ടി ലാ ലീഗ, കോപ്പ ഡെൽ റേ, 4 യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, പോരാത്തതിന് യുഎഫ സൂപ്പർ കപ്പും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും. ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച റെക്കോർഡ് സാക്ഷാൽ ലയണൽ മെസ്സി ബാഴ്സലോണയ്ക്കൊപ്പം കരസ്ഥമാക്കുന്നു. മെസ്സി ബാഴ്സലോണയ്ക്കൊപ്പം കിരീടം നേടുമ്പോഴും ചോദ്യചിഹ്നമാവുന്ന വേറൊന്നുണ്ട്: സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? 2006 വേൾഡ് കപ്പിലാണ് ആദ്യമായി ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പിൽ അരങ്ങേറുന്നത്. അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡും ലയണൽ മെസ്സി 2006 ഫിഫ ലോകകപ്പിൽ സ്വന്തമാക്കുന്നു. എന്നാൽ ജർമ്മനിയോട് തോറ്റ് 2006 ലോകകപ്പിൽ അർജന്റീന പുറത്താവുന്നു. 2010 സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പ്. അർജന്റീനയുടെ കോച്ചായി എത്തുന്നത് സാക്ഷാൽ ഡിയോഗോ മറഡോണ. ഇതിഹാസങ്ങൾ അണിഞ്ഞ അർജന്റീനയുടെ നമ്പർ 10 ജേഴ്സി. കൂടാതെ രാജ്യത്തിന് വേണ്ടി ഒരു കപ്പ് പോലും നേടിയിട്ടില്ല എന്നുള്ള പ്രഷറും. പക്ഷേ ആ ലോകകപ്പിൽ ജർമ്മനിയോട് ഏറ്റ കനത്ത പ്രയത്നത്തിൽ അർജന്റീന പുറത്തേക്ക്. അങ്ങനെ 2014 ബ്രസീലിൽ ലോകകപ്പ് നടക്കുന്നു. വീണ്ടും ഒരു കിരീട നേട്ടമെന്ന മോഹവുമായി മെസ്സിയും സംഘവും ബ്രസീലിലേക്ക്. മികച്ച മത്സരങ്ങൾ കാഴ്ചവെച്ച അർജന്റീനയ്ക്ക് പക്ഷേ ഫൈനലിൽ ജർമ്മനിയോട് വീണ്ടും തോൽക്കേണ്ടി വന്നു. ഒരൽപ്പം ആശ്വാസമേകാൻ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ ലയണൽ മെസ്സി കരസ്ഥമാക്കുന്നു. പിന്നീട് 2018 റഷ്യ ലോകകപ്പ്. വീണ്ടും ഒരു കിരീട മോഹമായി മെസ്സിയും സംഘവും റഷ്യയിലേക്ക്. എന്നാൽ 2018 ചാമ്പ്യന്മാരായ ഫ്രാൻസിനോട് 4-3 തോറ്റ് മെസ്സിയും സംഘവും ലോകകപ്പിൽ നിന്നും പുറത്താവുന്നു. വർഷങ്ങൾക്ക് ശേഷം ഏഷ്യയിലെ ഒരു ലോകകപ്പ്. 2002 ലോകകപ്പ് ഖത്തറിലേക്ക് വരുമ്പോൾ വീണ്ടും പ്രതീക്ഷയുമായി മെസ്സിയും സംഘവും ഖത്തറിലേക്ക്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് 2-1 തോറ്റുകൊണ്ട് ലയണൽ മെസ്സിയും സംഘവും ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ലോകകപ്പിൽ നിന്ന് പുറത്താവുമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ അന്ന് ലയണൽ മെസ്സി പറഞ്ഞൊരു വാക്കുണ്ട്: ആരാധകരെ, നിങ്ങൾ നിരാശരാകരുത്, ഈ ടീം നിങ്ങൾക്ക് കപ്പ് നേടി തന്നിരിക്കും. അങ്ങനെ 8 വർഷത്തിന് ശേഷം ലയണൽ മെസ്സിയും സംഘവും വീണ്ടും ഒരു ലോകകപ്പ് ഫൈനലിൽ എതിരാളികൾ ശക്തരായ ഫ്രാൻസ്. കിലിയൻ എംബാപ്പയുടെ ചിറകിലേറി കിരീടം നിലനിർത്തുമെന്ന് ഫ്രാൻസ് തോന്നിപ്പിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ഫൈനലിൽ കിലിയൻ എംബാപ്പെ ഹാട്രിക് നേടിയെങ്കിലും 2 ഗോൾ നേടിക്കൊണ്ട് ലയണൽ മെസ്സിയും സംഘവും കിരീടം ഉയർത്തി. മത്സരം പെനാൽറ്റി വരെ എത്തിയെങ്കിലും ഭാഗ്യം അർജന്റീനയുടെ കൂടെയായിരുന്നു. അങ്ങനെ ലയണൽ മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് കിരീടം ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഉയർത്തി. ഇത് മാത്രമല്ല, അർജന്റീനയ്ക്കൊപ്പം 2 കോപ്പ അമേരിക്ക, അതുപോലെ ഫൈനൽ സിമ. അങ്ങനെ 4 മേജർ കിരീടങ്ങൾ അർജന്റീനയ്ക്കൊപ്പം. 2026 ലോകകപ്പ് അർജന്റീന നിലനിർത്തുമോ? യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനുമായിട്ടുള്ള ഫൈനൽ സിമ മത്സരം യുദ്ധം കാരണം മാറ്റിവെച്ചു. എന്നാൽ വീണ്ടും ആ ഫൈനൽ സിമ പോരാട്ടം ലോകകപ്പിന്റെ ഫൈനലിലൂടെ ആരാധകർക്ക് മുമ്പിലെത്തുന്നു. കാത്തിരുന്ന് കാണാം. അർജന്റീന 4ാമത്തെ കിരീടം ഉയർത്തുമോ? സ്പെയിൻ 2ാമത്തെ കിരീടം ഉയർത്തുമോ? എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പ്: 8 ഗോളും 4 അസിസ്റ്റുമായി 39 വയസ്സുകാരനായ സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ് ഗോൾഡൻ ബൂട്ടിനും ഗോൾഡൻ ബോളിനും മുൻപന്തിയിൽ. തന്റെ കരിയറിൽ ലയണൽ മെസ്സി ഒരുപാട് വ്യക്തിഗത നേട്ടങ്ങളും നേടിക്കഴിഞ്ഞു. 8 ബാലൻഡിയർ നേടിയ ഒരേ ഒരു താരം. ലോകകപ്പിന്റെ ചരിത്രത്തിൽ മികച്ച താരത്തിനുള്ള 2 ഗോൾഡൻ ബോളുകൾ നേടിയ ഒരേ ഒരു താരം. 2005 ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ.
അങ്ങനെ ഒരുപാട് എണ്ണമറ്റ നേട്ടങ്ങൾ മെസ്സി സ്വന്തമാക്കി. ഇനി കാത്തിരിക്കുന്നത് 2029 സൂപ്പർ ബാലൻഡിയർ ആണ്. എൽ സ്റ്റെഫാനോ എന്ന അർജന്റീന ഇതിഹാസത്തിന് ശേഷം രണ്ടാമത്തെ സൂപ്പർ ബാലൻഡിയർ മെസ്സിയെ തേടിയെത്തുമോ? കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണേ.